ദ്രാവിഡരുടെ വിളവെടുപ്പ് ഉത്സവമായ പൊങ്കലിന് വ്യാഴാഴ്ച തുടക്കമാകും. 4 ദിവസം നീളുന്ന ആഘോഷമാണ് പൊങ്കൽ. പിരമിഡ് പ്രദേശത്തെ തോട്ടമേഖലയിൽ പൊങ്കൽ ആഘോഷമാക്കാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയാർ പ്രദേശത്തെ തോട്ടമേഖലയിലാണ് പൊങ്കൽ ആഘോഷമാകുന്നത്. തമിഴ് മാസമായ മാർഗഴി അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം തീയതി വരെയാണ് പൊങ്കൽ ദിനങ്ങൾ. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസവുമാണ് ഉള്ളത്. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലുകൾ കാപ്പുകൊട്ടി കോലങ്ങൾ വരച്ചുമാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങളുടെ പ്രധാന ഇനം കരിമ്പാണ്. തമിഴ്നാട്ടിൽ നിന്നും വലിയ തോതിൽ കരിമ്പുകൾ പീരുമേട്ടിലെ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. ஏலப்பாறை ஏரியாவில் தமிழர்கள் அதிகமாக வசிப்பதால் மிகவும் சிறப்பாக கொண்டாடிக்கொண்டிருக்கிறார்கள். கொண்டாடிக்கிறதுக்கு தயாராக இருக்கிறார்கள். ஆகவே பொங்கலுக்கு தேவையான கரும்பு மற்றும் பல வகைகளும் സർക്കാർ മാർഗഴി മാസത്തിന്റെ അവസാന ദിവസമാണ് ഭോഗി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം നല്ല വിള കിട്ടാൻ അനുയോജ്യമായ കാലാവസ്ഥ നൽകിയ സൂര്യഭഗവാന് നന്ദി അറിയിക്കുകയും വരും വർഷത്തെ വിളവെടുപ്പ് നന്നാകണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ചാണകവും തടിയും ഉപയോഗിച്ച് കത്തിക്കുന്നതോടെ ഭോഗി ദിനം അവസാനിക്കും. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ തൈമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. തൈപ്പൊങ്കൽ ദിനം പ്രത്യേക പൂജകൾ ഉണ്ടാകും. മുറ്റത്ത് വർണ്ണാഭമായ കോലം ഒരുക്കും. കോലത്തിന് സമീപം അടുപ്പ് കൂട്ടി അരി പാലിൽ വേവിക്കും. അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും. വീട്ടുകാർ പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും. 3-ാം ദിനം മാട്ടുപൊങ്കലാണ്. മാട്ടുപൊങ്കലിന് കന്നുകാലികളെ കുളിപ്പിച്ച ഭസ്മവും വർണ്ണപ്പൊടികളും അണിയിച്ച് അലങ്കരിച്ച് പൂജകൾ നടത്തും. നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമുടാൻ സഹായിച്ചുവെന്നാണ് വിശ്വാസം. ജല്ലിക്കെട്ട് നടക്കുന്നതും ഇതേ ദിവസമാണ്. 4-ാം ദിവസം കാണും പൊങ്കൽ എന്ന ആഘോഷമാണ് നടക്കുന്നത്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ദിവസമാണിത്. തമിഴ് പുതുവർഷ